വെച്ച മീൻകറിയാണ്. കുറേ പേർ ചോദിച്ചൊരു റെസിപ്പിയാണിത്. ഞാൻ അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് അയലമീനാണ്. ഇത് മൊത്തം കൂടെ 18 പീസുണ്ട്. പീസ് കണക്ക് പറയാൻ കാര്യം, ഞാൻ കറി നേരത്തെ കോട്ടയം സ്റ്റൈൽ മീൻകറി വെച്ചപ്പോൾ അതിൻ്റെ പീസ് കണക്ക് പറയാൻ പലരും പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് 18 പീസുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. തേങ്ങ, ഇത് ഒരു തേങ്ങയുടെ പീരയാണ്, ഒരു തേങ്ങ ചിരകിയതാണ്. അതിനുശേഷം മുളക് പൊടി 1.5 സ്പൂൺ, മല്ലിപ്പൊടി 1.5 സ്പൂൺ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. ഈ സ്പൂണിനാണ്, ഇതിലിരിക്കുന്ന ഈ സ്പൂണിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി നിങ്ങളുടെ എരി അനുസരിച്ച് ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ഈ സ്പൂണിന് 1.5 സ്പൂണാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി. ഇഞ്ചി ഞാനിവിടെ 2ആയിട്ട് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് നമുക്ക് വയട്ടാനും ഈ പീസാക്കി വെച്ചിരിക്കുന്നത് തേങ്ങ അരയ്ക്കുമ്പോൾ കൂട്ടത്തിലിട്ട് അരയ്ക്കാനും. പിന്നെ വെളുത്തുള്ളി അതുപോലെ, ഇത് വയട്ടാനും ഇത് അരയ്ക്കാനും. നമുക്ക് വെളുത്തുള്ളി അധികം വേണ്ട, തേങ്ങ അരച്ച് കറിക്ക് അധികം വേണ്ട. പിന്നെ പച്ചമുളക് ഞാൻ ഒരു 7 മുളക് കീറി വെച്ചിട്ടുണ്ട്. ഇത് ഒട്ടും എരി ഇല്ലാത്തയാ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. എരി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ കുടംപുളി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമോ? ഇതാണ് കുടംപുളി. പിഴിപുളിയല്ല, സാമ്പാർ പുളിയല്ല, ഈ കുടംപുളിയാണ് ഞാൻ തേങ്ങ അരച്ച് കറിക്ക് ഉപയോഗിക്കുന്നത്. ഇത് ഞാനൊരു 5 ചുള എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി കീറി വെള്ളത്തിലിട്ടേക്കാണ്. പല നാട്ടിലും കുടംപുളി അല്ലാതെ വാളംപുളി ഉപയോഗിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പുളി ഉപയോഗിക്കാം, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എത്ര വേണോ അത് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഇതിന് കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില, അതിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് ആവശ്യത്തിന്, ഉലുവാപ്പൊടി ആവശ്യത്തിന്. ഉലുവാപ്പൊടിയുടെ കണക്ക് അതിടുന്ന സമയത്ത് ഞാൻ പറയാം. അപ്പം നമുക്ക് മസാലയെല്ലാം കൂടെ അരച്ചെടുക്കാം. പിന്നെ വേണ്ട സാധനങ്ങൾ വെളിച്ചെണ്ണ, പിന്നെ കടുക് വറക്കാൻ ആവശ്യമായ കടുക്, വറ്റൽമുളക്, കൊച്ചുള്ളി. ഇത് ഇത്രയും നമുക്ക് കടുക് വറക്കാൻ ആവശ്യമായ സാധനങ്ങളാണ്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്ക് നല്ലതുപോലെ അരയ്ക്കണം. ഒരു പ്രാവശ്യം അരയ്ക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഇട്ട് അരയ്ക്കാം. ഞാൻ ഇനി പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ എൻ്റെ മീൻകറിയിലും ചിക്കൻ കറിയിലും ഒക്കെ ഒരു ടിപ്പ് തന്നിരുന്നു. കാരണം മീൻകറിയും ചിക്കനും ഒക്കെ വെക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാതെ നല്ല കട്ടിയായിട്ടിരിക്കാൻ നമ്മൾ ഈ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ലേശം കടുക് ചേർക്കാൻ. ഇതേ കണ്ടോ, ഞാൻ ഒത്തിരി എടുത്തിട്ടില്ല, ലേശം ഇട്ടിട്ടുള്ളൂ. ഒത്തിരി ഇട്ടാൽ നമ്മുടെ കറി കഴിക്കും, ഒരു കമർപ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് അതില്ലാതിരിക്കാൻ ഇത്രയും മാത്രം ഇട്ടാൽ മതി. അത് കഴിയുമ്പോൾ അങ്ങനെ ഇട്ടരയ്ക്കുമ്പോൾ മീൻ നല്ല ഉറപ്പ് കിട്ടും, ഒട്ടും പൊടിഞ്ഞു പോകത്തുമില്ല. ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വെക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ കറി വെക്കുന്നത്. വെളിച്ചെണ്ണയിലാവുമ്പോൾ നല്ല രുചി കിട്ടും. അതിന് വേണ്ടിയാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. നിങ്ങളുടെ ഈ വെളിച്ചെണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ പ്രോസസ്സിങ്ങിന് മറ്റേതെങ്കിലും എണ്ണ ഉപയോഗിച്ചിട്ട് ലാസ്റ്റിൽ കടുക് വറക്കാൻ നേരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. കടുക് വറക്കാൻ നേരം മസ്റ്റായിട്ടും വെളിച്ചെണ്ണയെ ഉപയോഗിക്കാവൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആ വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കാം. ഉള്ളി ഇഞ്ചിയും വേണ്ടു. ഞാൻ അതിലേക്ക് പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വയളട്ടെ. പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മൊത്തം ചേർക്കാം. ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി ഇതിന്റെ എണ്ണ തെളിയണം, അതാണ് കണക്ക്. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരപ്പ് ഇപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ആ പാത്രം കഴുകിയുള്ള വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, അരച്ച് വെച്ച അരപ്പ് മാത്രമേ ഇപ്പോൾ ഇത് ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആ പുളിയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇടാനുള്ളത് ഉപ്പും പിന്നെ ഉലുവാപ്പൊടി. ഉപ്പ് പരുവത്തിന്, ഉലുവാപ്പൊടി ഇപ്പം ഞാൻ ഈ സ്പൂണിന് ഇത്ര
ഇത്ര ഇടുന്നുണ്ട്. ഉലുവാപ്പൊടി ഒത്തിരി കൂടരുത്, കൂടിയാൽ കഴിച്ചു പോവും. അതുകൊണ്ട് അതിന് ഒരു 3/4 സ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളേ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഞാൻ ചേർക്കുമ്പം നമുക്കൊന്ന് ലാസ്റ്റിൽ ടേസ്റ്റ് നോക്കിയിട്ട് തിളയ്ക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഇത്രയും മതി. ഇനി ഈ അരപ്പ് ചില രീതിയിൽ തക്കാളിക്ക് ഇടാറുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളിക്ക് ഇടാം. പിന്നെ പച്ചമാങ്ങ ഇടാറുണ്ട്. പച്ചമാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ പുളി അവോയ്ഡ് ചെയ്യും. ഇതാ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തീ ഇച്ചിരി കുറയ്ക്കുക, ഏറ്റവും സ്ലോ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇടാം. മൊത്തത്തിൽ ഇട്ടിട്ട് ഇതിങ്ങനെ അരപ്പ് ഇങ്ങനെ എണ്ണയിൽ മൂപ്പിക്കാതെ ഡയറക്റ്റ് അരപ്പ് ചേർത്ത് വെള്ളം തിളപ്പിച്ച് വെക്കാറുമുണ്ട്. അങ്ങനെ ചെയ്യാം, ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും. ഇനി ഇത് മീഡിയം തീയിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിന്റെ ഗ്രേവി എന്ന് പറയുന്നത് ഈ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പറ്റുമോ അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒത്തിരി വെള്ളം വേണ്ട ഇതിന്. കണ്ടോ, കട്ടി കണ്ടില്ലേ? അതല്ല നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തോ, കുഴപ്പമില്ല. ഞാൻ ഇത്രേ മുങ്ങിക്കിടക്കുന്ന പരുവോ അത്രേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അതായത് ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ട് തീ തീരെ കുറച്ചിട്ടാൽ മതി. കാരണം ചട്ടി ചൂടായാൽ പിന്നെ ചട്ടിക്ക് നല്ല ചൂടാണ്. അത് മതി അത് വേവാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവി എല്ലാം പറ്റി ചിലപ്പോൾ കഷ്ണങ്ങൾ അടുക്കി പിടിക്കും. അതുകൊണ്ട് തിളച്ച് കഴിഞ്ഞിട്ട് തീ വളരെ കുറച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. നമ്മുടെ കറി ഇടയ്ക്കൊന്ന് അടുക്കി പിടിക്കാൻ ഒന്ന് ഈ ചട്ടി കറക്കി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നടുക്കുന്ന് ഒന്ന് കഷ്ണങ്ങൾ ഉടയാതെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. സൈഡിൽ കൂടെ എണ്ണ തെളിയുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് പരുവോ അല്ലെങ്കിൽ ഉപ്പ് ചേർക്കാം, ഉലുവ പരുവോ അല്ലെങ്കിൽ ചേർക്കാം. ഞാൻ നോക്കി, നമുക്ക് ഉലുവ ഇത്രയും മതി, ഇനി ഉലുവയുടെ ആവശ്യമില്ല. ഇതാ കണ്ടോ, നല്ലതുപോലെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നല്ല പരുവത്തിനാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാൻ പോകാം. കാരണം ചട്ടിയിൽ മീൻകറി വെക്കുമ്പോൾ മൊത്തം പറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചട്ടിയുടെ ചൂടും കൊണ്ട് നമ്മൾ ഈ കറി വെച്ച് കഴിഞ്ഞാലും കുറച്ചുകൂടെ ആ ചൂടത്തിരുന്ന് അതിൻ്റെ ചാറ് പറ്റും. അതുകൊണ്ട് ഇത്രയും പരുവത്തിന് ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് കടുക് താളിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഞാൻ എടുത്തിരിക്കുന്നത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളിയാണ് കടുക് താളിക്കാൻ പ്രത്യേകമായിട്ട് വേണ്ടത്. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്യണം. കൊച്ചുള്ളിയും പിന്നെ വറ്റൽ മുളകും പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ, കടുകും. കടുക് പൊട്ടി. ഇനി അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞത്. ഞാൻ പറഞ്ഞ കൊച്ചുള്ളി തന്നെ വേണം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ കൊച്ചുള്ളി വെച്ചുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. ഇതൊന്ന് മൂക്കട്ടെ. അതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടുക. കറിവേപ്പില നമ്മുടെ ഉള്ളി മൂത്തു. ഇനി അതിലേക്ക് വറ്റൽമുളക്. വറ്റൽമുളകും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഉള്ളിയൊന്നും അധികം കരിഞ്ഞു പോവരുത്. ഇനി ഇത് കറിയിലോട്ട് ഒഴിക്കാം. കടുക് താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒട്ടും മണം പോവാതെ ഒരു 5 മിനിറ്റ് ഇതുപോലെ അടച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് സ്പൂൺ എന്തെങ്കിലും ഇട്ട് ഇളക്കാവൂ. ഇത് ഞാൻ അടച്ചു വെക്കാൻ പോവാ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കണം. വീണ്ടും പുതിയൊരു ഡിഷുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.